2026 ഫുട്ബോൾ ലോകകപ്പിൽ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നത് ഇന്ന് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്കിടയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. നെയ്മറെ സ്നേഹിക്കുന്നവർക്ക് ആവേശവും ഒപ്പം ചെറിയൊരു ആശങ്കയും നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2026 ലോകകപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ബ്രസീൽ ടീം ശക്തമാക്കുമ്പോൾ നെയ്മറുടെ സാന്നിധ്യം ടീമിന് എത്രത്തോളം അനിവാര്യമാണെന്ന് ഓരോ ഫുട്ബോൾ പ്രേമിക്കും അറിയാം. കരിയറിലെ ഉടനീളം നെയ്മറെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പരിക്കുകൾ തന്നെയാണ് ഇത്തവണയും അദ്ദേഹത്തിന് മുന്നിൽ പ്രധാന വില്ലൻ. 2023 ഒക്ടോബറിൽ ഗുരുതരമായ കാൽമുട്ടിനേറ്റ പരിക്ക് നെയ്മറുടെ കരിയറിന് തന്നെ വലിയൊരു ഭീഷണിയായിരുന്നു. നീണ്ട 1.5 വർഷത്തോളം മൈതാനത്തിന് പുറത്തിരുന്ന നെയ്മർ 2025 തുടക്കത്തിൽ തന്റെ പഴയ തട്ടകമായ സാന്റോസിലേക്ക് തിരിച്ചെത്തിയത് വലിയൊരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ സാന്റോസിലും പരിക്കുകൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണ്. 2026 മാർച്ച് മാസത്തിൽ നടന്ന പരിശീലന മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൽ നിന്ന് നെയ്മർ പുറത്തായത് വലിയ വാർത്തയായിരുന്നു. ടീം കോച്ച് കാർലോ ആൻസലോട്ടി നൽകുന്ന സൂചനകൾ പ്രകാരം നെയ്മർ 100% ഫിറ്റ്നസ് വീണ്ടെടുത്താൽ മാത്രമേ ടീമിലേക്ക് പരിഗണിക്കൂ എന്നതാണ്. ബ്രസീലിയൻ ഫുട്ബോൾ അസോസിയേഷനുള്ളിൽ നെയ്മറെ സംബന്ധിച്ച് ചില ഭിന്നസ്വരങ്ങൾ ഉയരുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. നെയ്മറുടെ ഫിറ്റ്നസിനുള്ള വിശ്വാസമില്ലായ്മയും ടീം മാനേജ്മെന്റുമായുള്ള തർക്കങ്ങളും അദ്ദേഹത്തിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് തടസ്സമായേക്കാം. നെയ്മറെ സംബന്ധിച്ചിടത്തോളം 2026 ലോകകപ്പ് അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാനത്തെ വലിയ പോരാട്ടമായിരിക്കും. 34 വയസ്സുകാരനായ നെയ്മർ 2022 ഡിസംബറോടെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചേക്കാം എന്ന സൂചനകൾ അടുത്തിടെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ അവസാന ലോകകപ്പിൽ ബ്രസീലിന് വേണ്ടി 6ാം കിരീടം നേടിക്കൊടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമാണ്. തന്റെ കഴിവിന്റെ പരമാവധി അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരീരം എത്രത്തോളം സഹകരിക്കുമെന്നതാണ് നിർണായകം. നെയ്മർ ഇല്ലാത്ത ഒരു ബ്രസീലിയൻ ടീമിനെ ആരാധകർക്കിടയിൽ ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. ടീമിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. ലോകകപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നെയ്മർ തന്റെ പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തുമോ അതോ പരിക്കിന് കീഴടങ്ങുമോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത്. നെയ്മറുടെ മാന്ത്രിക നീക്കങ്ങൾ അമേരിക്കയിലെയും കാനഡയിലെയും മെക്സിക്കോയിലെയും മൈതാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് വീഡിയോ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.